ഇന്നൊരു എളുപ്പ വഴിയിലുള്ളൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കുന്നത്. ഉണ്ടോ, ഇത് ഈ ഇരുമ്പ് ചീഞ്ചട്ടിയിലൊന്നും വെച്ച് ഒരു ദിവസമൊന്നും വയ്ക്കുകയൊന്നും വേണ്ട. അല്ലാതെ തന്നെ നല്ല കറുത്ത കളറിലിരിക്കുന്ന നല്ല ഒന്നാന്തര ഡൈ ആണ്. ഒരു കെമിക്കലും ചേരുന്നില്ല, ഒരു അലർജിയും ഉണ്ടാകത്തില്ല. കെമിക്കലും ഇല്ല, അലർജിയും ഉണ്ടാകത്തില്ല. നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ്. എൻ്റെ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ ഉപയോഗിക്കാൻ എളുപ്പം അതുപോലത്തെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി തലയിൽ തേക്കുക. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ പറയണത്ര സമയം കൂടെ വേണ്ട, വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും 10, 70, 80 വയസ്സായവർക്കും ഒക്കെ തേക്കാം. പ്രായമൊന്നുമില്ല കേട്ടോ. തലമുടിക്ക് നല്ല കട്ടിയും വയ്ക്കും, നല്ല കളറും വയ്ക്കും, മുടി വളർച്ച വേഗത്തിലാക്കുകയും കൂടെ ചെയ്യും. തലമുടി കറുപ്പിക്കുക മാത്രമല്ല, മുടി വളർച്ചയും ഉണ്ടാക്കും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് ഇടാനായിട്ട്. ഈ വീഡിയോയിലേക്ക് പോവേ. നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി കുറച്ചല്ല 5-6 ചെമ്പരത്തിപ്പൂ ഉണ്ട്, ഒരു പിടുത്തം കരിവേപ്പില കുറച്ചൊന്ന് അടർത്തി വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവ എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിഞ്ഞിട്ടുണ്ട്, നമുക്കിതിവിടെ സെറ്റാക്കി വയ്ക്കാം. അടുത്ത് വേറൊരു പരിപാടിയും കൂടെ കാണിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ കരിഞ്ജീരകമാണ് ചേർക്കണം. എല്ലാ ഹെയർ ഡൈകൾക്കും ഈ കരിഞ്ജീരകം ചേർത്തോട്ടോ. അന്നേരം നമ്മുടെ തലമുടിക്ക് തലയ്ക്ക് ഈ തലനീരിളക്കോ അങ്ങനെയൊന്നും വരത്തില്ല. അത് നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കണം. ചൂടായ പാത്രത്തിലേക്ക് ഇടുവാണെങ്കിൽ വേഗം അങ്ങ് ആയിക്കോളും, പൊട്ടിക്കോളും, വേഗം അങ്ങ് ഫ്രൈ ആയിക്കോളും. ഇതിൻ്റെ കൂടേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിശ്രിതയില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കും. ഞാൻ വെള്ളമയൊന്നും ഒഴിച്ചതല്ല, അത് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കരിവേപ്പിലയുടെയും വെള്ളം കേട്ടോ. ഇത് നല്ല പോലെ ഇനി ഫ്രൈ ആക്കി എടുക്കണം. ഇതൊക്കെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ തലമുടിക്ക് ഒരു കുഴപ്പമില്ലാത്ത ഹെയർ ഡൈ ആണ്. അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഹെയർ ഡൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവും, തലമുടി തടിച്ച് വരും, ചൊറിഞ്ഞ് തടിച്ചൊക്കെ വരും. ഇതാണെങ്കിൽ അങ്ങനെയൊന്നും വരത്തില്ല. ഇതിനകത്ത് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. ഈ കൂട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തീ കടത്തി വെച്ചിട്ട് ചൂടാറിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇതിവിടെ ഇരുന്ന് ആറട്ടെ കേട്ടോ. തീ നമുക്ക് കിടത്താം. ചൂട് നല്ലപോലെ ആറിയിട്ട് വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ മിക്സിക്ക് കേടുവരും. എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ ചൂടുണ്ടെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമില്ല.
ഇതിനകത്തിരുന്ന് ആറട്ടെ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ചൂടാറിയിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടിച്ചെടുക്കാം. ഇത് നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലപോലെ പൊടിഞ്ഞു. നൈസായിട്ടുള്ള പൊടിയാണ്, അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഒരുപാടില്ല. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ 2-3 ദിവസം തേക്കാം. ആഴ്ചയിൽ ഒന്നരാടം തേക്കണം. 3 ദിവസമൊക്കെ തേക്കേണ്ടി വരും. അത് സ്ഥിരമായിട്ട് അങ്ങനെ തേക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് പിന്നെ വെളുത്ത കളർ ഉണ്ടാവത്ത പോലും ഇല്ല. ഇതിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല കറുപ്പ് കളറായിട്ടില്ലേ? എന്നിട്ട് തലയിൽ തേക്കുക. നല്ല പോലെ തേച്ച് കൈ കൊണ്ട് വാരി നല്ല കളറില്ലേ ഇങ്ങോട്ട് തേച്ചിട്ട് കുറച്ച് സമയം തലയിൽ വെക്കണം. എന്നിട്ട് വേണം കഴുകി കളയാനായിട്ടോ. ഇത് എണ്ണ ചേർന്നതായതുകൊണ്ട് കഴുകുമ്പോൾ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു തേച്ച് കഴുകി കളയണം കേട്ടോ. അല്ലെങ്കിൽ ആ എണ്ണ മെഴുക്ക് ചിലപ്പോൾ പോകാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഷാമ്പു വെച്ച് കഴുകിയില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല. ഷാമ്പു വെച്ച് കഴുകുവാണെങ്കിൽ ഒരുപാട് എണ്ണയാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. അതുകൊണ്ടാണ് പറഞ്ഞത് ലൈറ്റായിട്ടുള്ള ഷാമ്പു തേച്ച് കഴുകി കളയാൻ കേട്ടോ. 2-3 ദിവസം അടുപ്പിച്ചങ്ങ് തേക്കുമ്പോഴത്തേനും മുടിയിൽ നല്ല കളറ് പിടിച്ചോളും. ഇതുകൊണ്ട് തവിയിലൊക്കെ നോക്കി നല്ല കളറല്ലേന്ന്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഹെയർ ഡൈ ഉണ്ടാക്കി നോക്കട്ടോ. എന്നും ഒരേപോലെ തന്നെയല്ലേ. നമുക്ക് അലർജി ഇല്ലാത്ത ഒരു ഹെയർ ഡൈ ആണ് ആവശ്യം എപ്പോഴും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.